നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല വ്യക്തികളെ ദിവസങ്ങളിലൊക്കെ പലരും പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട്. ചിലപ്പോൾ വിവാഹ തടസ്സങ്ങളായിരിക്കാം. ചില കുട്ടികളൊക്കെ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്, ഞങ്ങളുടെ പരീക്ഷയെല്ലാം എഴുതി ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ പോകാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു വീട് പണി തുടങ്ങി അത് പകുതിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ പല മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെന്താണ്, നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടും, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും. അപ്പം നമ്മളാകെ അസ്വസ്ഥതയിലും ഉത്കണ്ഠയിലും വേദനയിലും ഒക്കെ ആയിരിക്കും. ആ അവസരത്തിൽ ഈശോ നമ്മെ പ്രത്യേകമായിട്ട് താങ്ങി നിർത്തുന്ന ഒരു വചനമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവുക. 37-ാം സങ്കീർത്തനം 2-3 തിരുവചനങ്ങൾ. വചനം പറയാണ്, അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഓരോ സഹനത്തിന്റെ മേഖലകള്, തടസ്സത്തിന്റെ മേഖലകളെല്ലാം എങ്ങനെയാണ് ഒരു പുല്ല് വാടിപ്പോകുന്നത്. നമുക്കറിയാം, പുല്ലൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ കാണുമ്പോൾ ഇന്ന് ഒരു 2 ദിവസം കഴിയുമ്പോൾ അത് വാടിയിരിക്കുന്നതായിട്ടൊക്കെയാണ് കാണാം, അല്ലെ? പെട്ടെന്ന് വാടി. അതുപോലെ നിന്റെ ജീവിതത്തിലെ സഹനങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ നീങ്ങിപ്പോകുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യുക? വചനം പറയാണ്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക. 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിക്കണം. അടുത്തതായിട്ട് നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നന്മ ചെയ്യുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് തന്നെ പേഴ്സണലായിട്ട് ചിലപ്പോൾ പരിചയങ്ങൾ കാണാം. നമുക്കറിയാം, മദർ തെരേസയുടെ ജീവിതം എന്തായിരുന്നു? തൻ്റെ ജീവിതം മുഴുവനും ദൈവമഹത്വത്തിന് വേണ്ടി നന്മ ചെയ്യാനായിട്ട് മാറ്റിവെച്ച വ്യക്തിത്വമാണ് മദർ തെരേസ. അതുപോലെ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ കിട്ടുന്ന നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, ഒന്നാമത്തെ കാര്യം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അതിനുശേഷം നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ നിനക്ക്, വചനം പറയണം, ഈ 2 കാര്യങ്ങൾ നീ ചെയ്താൽ ഭൂമിയിൽ നിനക്ക് സുരക്ഷിതനായി വസിക്കാം. അപ്പൊ നിന്റെ ജീവിതത്തിൽ എന്നും ദൈവത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുക. ഒരു ജീവിത തടസ്സങ്ങളിലൂടെയൊക്കെ വേദനിച്ച് നമ്മൾ കഴിയുമ്പോൾ സങ്കീർത്തനം 37-2-3 വചനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന്റെ ശക്തിയായിട്ട് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ജീവിതത്തിന്റെ പലവിധ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സമായിരിക്കാം, ജോലിയുടെ തടസ്സങ്ങളായിരിക്കാം, യാത്രാ തടസ്സങ്ങളായിരിക്കാം, പഠന തടസ്സങ്ങളായിരിക്കാം. 37-ാം സങ്കീർത്തനം 2-3 വിശ്വാസം അർപ്പിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. അങ്ങിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.